നമസ്കാരം. നമസ്കരിച്ചോണ്ട് അവിടെ ഇരുന്നോ. ഹലോ മൂസേ, നീ സ്കൂളിൽ നിന്ന് വന്നുവാ? നാടകത്തിലൊന്നും റോള് കിട്ടിയില്ലെങ്കിൽ സാരല്ല മോനെ. എന്റെ ചേച്ചി ഒന്ന് അവിടെ പോയിട്ട് ഇരിക്കുന്നുണ്ടാ? നിന്റെ കൂട്ടുകാർക്കൊന്നും കിട്ടാത്ത ഒരു റോളായിട്ട് അമ്മ ഇന്ന് വരാൻ പോന്നെ. ഏത് റോളാണെന്ന് അറിയോ? ബാബുവിന്റെ കടയിലെ ചിക്കൻ റോൾ. നിങ്ങൾ എന്തെന്നാ നീ വേണ്ടത്? മസാല ദോശ. ഇവിടെ ഒരു മസാല ദോശ. വട വേണോ? വട വേണ്ട. വട നിങ്ങൾ എന്നെ കൊണ്ട് എന്റെ പണ്ടത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ ജോലി ഒന്ന് ഓർമ്മിപ്പിക്കല്ലേ. ഞാനായിരുന്നു അറിയോ? മിന്നും മീനും കേട്ടിട്ടുണ്ടാ? ഇല്ല, മിന്നൽ മുരളി ഇത് കേട്ടിട്ടുണ്ട്. അയാൾ ഇടിവെട്ടുമ്പോ മിന്നടിച്ചതാണ്. അപ്പൊ മേടത്തിനോ? എനിക്ക് മിന്നടിച്ചപ്പോ ഇടി കിട്ടിയതാണ്. അല്ല, നിങ്ങൾ ആരാണ്? കേട്ടി സുധ. സുധ കേട്ടിയതെല്ലാം തായക്കർക്ക്. പരാതി എന്തെന്ന് പറ. എന്റെ ഭർത്താവിനെ കാണാനില്ല മേഡം. ഇവിടുത്തെ SI സാർ എവിടെ പോയതാ? SI സാർ പെട്രോളിങ്ങിന് പോയിരിക്കാണ്. അപ്പൊ സാർ ഇപ്പോൾ പെട്രോൾ അടിച്ചിട്ട് വരുവാ? പെട്രോൾ അടിക്കാൻ പോയതല്ല, ടൗണിൽ ചെക്കിങ്ങിന് പോയതാണെന്ന്. അപ്പൊ മേഡം ഇവിടെ ഒറ്റയ്ക്കുള്ളൂ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. ഈ സ്റ്റേഷന്റെ മൊത്തം ഭാരം എന്റെ ചുമയിലാണ്. നിങ്ങളുടെ ഭർത്താവിന് എന്താണ് കാണാതായത്? ആഗസ്റ്റ് 2-ാം തീയതി. ആഗസ്റ്റ് 2-ാം തീയതി ആണെങ്കിൽ അയാൾ ഉറപ്പായിട്ടും ധ്യാനത്തിന് പോയിട്ടുണ്ടാവും. അന്നാണല്ലോ ജോർജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് പോയത്. അത് ജോർജ് കുട്ടി. ഇത് എന്റെ ഭർത്താവ് മാധവ കുട്ടി. അയാൾ ധ്യാനത്തിനൊന്നും പോയതല്ല, അയാൾ മാനത്തേക്ക് പോയതാണ്. മാനത്തേക്കാ? അന്ന് രാവിലെ ദോശയും ഞണ്ടുകറിയും കൂട്ടിട്ട് അയാൾ കടപ്പുറത്തേക്ക് പോയതാണ്. നിങ്ങളെ ഭർത്താവിന് ഒരു കറി പോരെ? 2 കറി വേണോ? 2 കറിയല്ല മേഡം, ഞണ്ട് കറി. അങ്ങനെ. അല്ല, കടപ്പുറത്ത് എന്തിനാ പോയത്? കള്ളു കുടിക്കാനായിരിക്കും അല്ലേ? കടപ്പുറത്ത് ഒരു വിശ്രമ കേന്ദ്രത്തിന്റെ പണിക്ക് പോയതായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞിട്ട് കൂലി വെച്ചിട്ടാ പറഞ്ഞേ എല്ലാരും വിശ്രമത്തിലാണെന്ന്. മാനേജറും ഫണ്ടും വിശ്രമത്തിലാണെന്ന്. എന്നിട്ട് കൂലി കിട്ടിയില്ലേ? ഇല്ല. എന്നിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് 2 അടിച്ച് പിള്ളേരുടെ കൂടെ പട്ടം പറത്താൻ പോയി. പട്ടം കാറ്റിനങ്ങ് ഉയർന്നു പൊങ്ങിയിട്ടാൻ പോയി. എന്റെ മാധവട്ടിനെയും കൊണ്ട് പട്ടം പോയി. ബെസ്റ്റ്. അന്ന് നമുക്ക് ലോക പട്ട ദിനമായി ആചരിക്കാം. എനിക്ക് വല്ലാത്ത സങ്കടമായി മേഡം. കടപ്പുറത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ഒരു മനുഷ്യൻ പട്ടത്തിൽ തൂങ്ങി പോകുന്നുണ്ട്, ഞാൻ മാത്രം കണ്ടില്ല. അല്ല, ഈ പട്ട ഉയർന്നു നോക്കുമ്പോ അയാൾക്ക് ആ നൂല് കൈവിടായിരുന്നില്ലേ? അയാൾക്ക് പറപ്പിക്കുന്ന ഒന്നിനും കൈവിടാനുള്ള ബുദ്ധിയൊന്നും ഇല്ലപ്പാ. അതെങ്ങനെ നിങ്ങൾ അറിയാം? അയാൾക്ക് ആ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എപ്പോഴേ എന്നെ ഒഴിവാക്കുമായിരുന്നു. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ ആണ്. AC മിന്നും മീനുമാണ് സംസാരിക്കുന്നത്. എന്തിനാ വിളിച്ചത്? മേഡം, 2 ദിവസമായിട്ട് വീട്ടില് കറണ്ട് ഇല്ല മേഡം. എടാ, ഇത് പോലീസ് സ്റ്റേഷൻ ആണ്. KCBയിലേക്ക് വിളിച്ചു പറ. KCBയിൽ വിളിച്ച് പറഞ്ഞു മേഡം. അവര് വന്നിട്ട് തിരിച്ചു പോയി. അല്ല, ആ സമയം നിങ്ങൾ എവിടെ പോയത്? ഞാൻ വീട്ടിനകത്ത് ഉണ്ടായിരുന്നു. അവര് കോളിംഗ് ബെൽ അടിച്ചിട്ട് തിരിച്ചു പോയിന്നാ പറഞ്ഞു. എടോ മണ്ട, കറണ്ട് ഇല്ലാത്ത വീട്ടിൽ എങ്ങനെയാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് വച്ചിട്ട് പോടോടുന്ന്. അതൊക്കെ പോട്ടെ. നിങ്ങളെ ഭർത്താവ് പോകുമ്പോ എന്താ ധരിച്ചത്? അയാള് വലിയ ബുദ്ധിമാനാണെന്നും നാട്ടില് വലിയ ആളാണെന്നാ ധരിച്ചത്. അതല്ല ഞാൻ ചോദിച്ചത്. അയാൾ പോകുമ്പോ എന്ത് ഡ്രസ്സാ ധരിച്ചതെന്ന്? ഒറ്റ മുണ്ടും കറുത്ത ഷർട്ടും. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളെ ഭർത്താവ് പോകുമ്പോ ഞാൻ കണ്ടില്ലെന്ന്? പിന്നെ നിങ്ങൾ ഒറ്റയടിക്ക് നിങ്ങൾ ഇട്ട ഡ്രസ്സ് പറഞ്ഞു. അയാള് വർഷങ്ങളായിട്ട് ഒറ്റ മുണ്ടും കറുത്ത ഷർട്ടാന്ന് മേഡം ധരിക്കാറ്. ഹലോ, കിട്ടിയാ അയാളുടെ പേരെന്താ പറഞ്ഞേ? മാധവൻകുട്ടി. നിങ്ങളോടല്ലേ ചോദിച്ചത്? മാധവൻകുട്ടി. പിന്നെ അതന്നല്ലേ ഞാനും പറഞ്ഞത്. ഇറങ്ങാൻ പറ. ഫയർഫോഴ്സിനെ വിളിക്ക്. നിങ്ങളെ ഭർത്താവിന് ഫയർഫോഴ്സ് വിളിച്ചിട്ടൊന്നും വരൂല. അയാൾ അവിടെ തെങ്ങിന്റെ മുകളിൽ കുടുങ്ങിയിട്ടല്ലത്. ഇനി ഡീഅഡിക്ഷൻ സെന്ററിലെ ഡോക്ടർമാര് വന്നാലേ അയാൾ ഇറങ്ങത്തുള്ളൂ. അതെന്തേ? തെങ്ങിന്റെ മുകളിൽ ഒരു കള്ളിന്റെ കുടം ഉണ്ടോലും. അയാൾ ഇനി ജീവിതകാലം മുഴുവൻ അവിടെ തന്നെ ജീവിക്കും. എന്റെ മാധവേട്ടാ.